ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലൈസ ലിബ്നി ആദമ ഹഖ്ഖുൻ ഫീ സിവാ ഹാദിഹിൽ ഖിസാൽ ആദമിന്റെ സന്താനത്തിന് മനുഷ്യന് 3 കാര്യങ്ങളെ അവകാശമുള്ളൂ. അതായത് ദുനിയാവിൽ 3 കാര്യങ്ങൾ കിട്ടിയാൽ തന്നെ അവന് ധാരാളം കിട്ടി, ദുനിയാവിന്റെ അനുഗ്രഹങ്ങൾ അവന് പൂർത്തിയായി കഴിഞ്ഞു. എന്തൊക്കെയാണത് 3 എണ്ണം? ബൈത്തുൻ യസ്കുനുഹു താമസിക്കാൻ വീട്, വസൗബുൻ യുവാരി ഔറതഹു ഔറത്ത് മറക്കാനുള്ള വസ്ത്രം, വജിൽഫുൽ ഖുബ്സി വൽ മാ ജിൽഫുൽ ഖുബ്സ് എന്ന് പറഞ്ഞാൽ കറിയില്ലാത്ത ഉണക്ക റൊട്ടി വെള്ളവും. അപ്പൊ ഭക്ഷണമായിട്ട് നമുക്ക് കഴിക്കാൻ റൊട്ടി ഉണ്ടായി, അതിന്റെ കൂടെ പച്ചവെള്ളം കുടിക്കാനും കിട്ടി, വീടുമുണ്ട് വസ്ത്രവുമുണ്ട്. ഇത്രയും ഉണ്ടായാൽ മനുഷ്യന്റെ ദുനിയാവ് പൂർത്തിയായി കഴിഞ്ഞു. അപ്പൊ നമ്മളൊക്കെ ആലോചിച്ച് നോക്കുക, നമുക്ക് പലപ്പോഴും ദുനിയാവില് വിഷമങ്ങൾ എന്താണ്? ഇതിന്റെയൊക്കെ അപ്പുറത്തുള്ള വലിയ വലിയ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മുടെ വിഷമങ്ങൾ. എന്നിട്ട് നമ്മൾ ഈ അനുഗ്രഹങ്ങളൊക്കെ തന്ന അള്ളാഹുവിനോട് നന്ദിയോട് കാണിക്കും. എപ്പോഴും നമുക്ക് വിഷമമായിരിക്കും, നമ്മുടെ ഇബാദത്തുകൾ നമുക്ക് ശ്രദ്ധയില്ല, നമസ്കരിക്കുകയാണെങ്കിൽ നമ്മുടെ ചിന്ത പല കാര്യങ്ങളുടെ പിന്നാലെയാണ്. ഈ കാര്യങ്ങളൊക്കെ എന്താണ്? അതുപോലെ ചില ആൾക്കാർ പരാതി പറയും, ഞാൻ ദീനിലേക്ക് ഇങ്ങനെ അടുക്കും തോറും എനിക്ക് പരീക്ഷണങ്ങൾ കൂടി വരികയാണ്. അവരോട് എന്താണ് പരീക്ഷണം എന്ന് ചോദിച്ചാല് അതൊക്കെ ഇതിനപ്പുറത്തുള്ള പല സുഖസൗകര്യങ്ങളായിരിക്കും. യഥാർത്ഥത്തിൽ അവന്റെ നന്ദികേടാണ് കൂടി വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിസ്ഥാനപരമായ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിനുള്ള നന്ദി എന്ന് പറയുന്ന അനുഗ്രഹമാണ് നമുക്ക് കുറഞ്ഞിട്ടുള്ളത്. അത് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുക, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതി. നന്ദി കാണിക്കാനുള്ള ഒരു മനസ്സ് അള്ളാഹു നമുക്ക് നൽകിയാൽ മതി.